ചെറുക്കളം അബ്ദുള്ളയുടെ സ്മരണാർത്ഥം ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി നടത്തുന്ന 17ാമത് റംസാൻ റിലീഫിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. പ്രചരണ ഭാഗമായി തയ്യാറാക്കിയ ബ്രോഷർ പ്രകാശനം സയ്യിദ് KS ആറ്റക്കോയത്തങ്ങൾ കുമ്പോൾ നിർവഹിച്ചു. This news sponsored by Bobby Jamanur International Jewelers, traditionally trusted for 162 years. ജീവകാരുണ്യ മേഖലയെ സജീവമാക്കി മുന്നോട്ടു പോകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കുമ്പോൾ സയ്യിദ് KS ആറ്റക്കോയത്തങ്ങൾ അഭിപ്രായപ്പെട്ടു. ചെറുക്കളം അബ്ദുള്ള തുളുനാടിന്റെ ഇതിഹാസ പുരുഷൻ എന്ന ശീർഷകത്തിൽ ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന 17ാമത് റംസാൻ റിലീഫിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിനും വിശിഷ്യ നമ്മുടെ മണ്ഡലത്തിലും നമ്മുടെ കാസർഗോഡ് ജില്ലയിലും ഒരു പകരം വെക്കാനില്ലാത്ത ഊർജ്ജസ്വലനായ ഒരു നേതാവായിരുന്നു ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനും വിശിഷ്യ ഒരു പൊതുപ്രവർത്തകനുമായിരുന്നു ചെറുക്കളം അബ്ദുള്ള. അപ്പം അദ്ദേഹത്തിൻ്റെ പേരിലായി സാന്ത്വന പ്രവർത്തനം നടത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. സാന്ത്വന പ്രവർത്തനത്തിന് നിങ്ങൾ വളരെയേറെ പ്രാധാന്യം നൽകണം എപ്പോഴും. കാരണം നമ്മുടെ പ്രവർത്തനം കൊണ്ട് അവശത അനുഭവിക്കുന്നവർക്ക്, വിധവകൾക്ക്, വീടില്ലാത്തവർക്ക്, ഒരു പുസ്തകമെടുക്കാൻ കഴിവില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അടക്കം നൽകിയുള്ള പ്രവർത്തനം നമ്മുടേതുണ്ടാകണം. അതിനായിരിക്കട്ടെ നിങ്ങളുടെ പ്രധാന മാർച്ച് ആദ്യവാരം കുമ്പളയിലാണ് പരിപാടി. കുമ്പൂൽ പാപങ്കോയ ഹൌസിൽ നടന്ന ബ്രോഷർ പ്രകാശന ചടങ്ങിൽ കുമ്പള ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ AK ആരിഫ് അധ്യക്ഷനായി. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ സേവനം മുൻനിർത്തി അൻവർ സിറ്റി മെഡിക്കലിനെ ഉപഹാരം നൽകി ആദരിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ദുബായ് മലബാർ കലാ സാംസ്കാരിക വേദിയുടെ ജനറൽ കൺവീനറുമായ അഷ്റഫ് കർള സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം അസീസ് കളത്തൂർ, ഗ്രാമപഞ്ചായത്ത് അംഗം മഞ്ജുദ താൾവ, ഗയ്യൂം മാന്യ, താജുദ്ദീൻ മൊഗ്രാൽ, BN മുഹമ്മദ് അലി, സിദ്ദിഖ് ദണ്ഡഗോളി, സത്താർ ആരിക്കാടി, ഹമീദ് അൽഫലാഹ് തുടങ്ങിയവർ സംസാരിച്ചു. KV യൂസഫ് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.